ആമുഖത്തിന്റെ അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് പിന്നെ ലക്ഷ്യപ്രമേയത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ആമുഖത്തിലുള്ള ഓരോ കണ്ടന്റുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പരമാധികാരം, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ്, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ സാഹോദര്യം, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ ആമുഖത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിശേഷണങ്ങൾ, കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ആമുഖവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസുകളാണ്. മെയിനായിട്ട് പറയുമെങ്കിൽ 3 കേസ് ഉണ്ട്. അതിൽ 2 കേസുകളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ കേസാണ് ബെറുബാരി യൂണിയൻ കേസ്. 1960 നടന്ന ബെറുബാരി യൂണിയൻ കേസ്. ബെറുബാരി യൂണിയൻ കേസ് 1960. ഇതിന്റെ വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ബെറുബാരി യൂണിയൻ കേസ് ഒക്കെ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തർക്കപ്രദേശമായ ബെറുബാരിയുമായി ബന്ധപ്പെട്ട കേസ് ആണിത്. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തർക്കപ്രദേശമായ ബെറുബാരി എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ആണിത്. ബെറുബാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ ആണ്. അപ്പോ ബെറുബാരി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രദേശമാണ്. അതുപോലെ ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ വരുന്ന ഒരു തർക്ക പ്രദേശവുമാണ്. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് 1960 ബെറുബാരി യൂണിയൻ കേസ്. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തർക്കപ്രദേശമായ ബെറുബാരിയുമായി ബന്ധപ്പെട്ട കേസാണിത്. ബെറുബാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. നെക്സ്റ്റ്, ഈ അതിർത്തിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഫിറോസ് ഖാൻ നൂണും ചേർന്ന് 1958 ഒരു കരാറിൽ ഒപ്പുവെച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഫിറോസ് ഖാൻ നൂണും ചേർന്നിട്ട് 1958 ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതാണ്. ആ കരാറ് നെഹ്റു നൂൺ കരാർ എന്നാണ് അറിയപ്പെടുന്നത്. നെഹ്റു നൂൺ കരാർ ബെറുബാരിയുടെ പ്രദേശം ഇന്ത്യക്കും പാകിസ്ഥാനും തുല്യമായി വിതരണം ചെയ്യുമെന്ന് വ്യക്തമായി പ്രസ്താവിച്ചു. എന്താ പ്രസ്താവിച്ചത്? ഇന്ത്യക്കും പാകിസ്ഥാനും ആ ഒരു പ്രദേശം തുല്യമായിട്ട് വീതിക്കുമെന്ന് പ്രസ്താവിച്ചു. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഫിറോസ് ഖാൻ നൂണും ചേർന്ന് 1958 ഒപ്പുവെച്ച കരാറാണ് എന്തെന്ന്? നെഹ്റു നൂൺ കരാർ. അപ്പോ നെഹ്റു നൂൺ കരാർ പ്രകാരം എന്താണ്? ഈ തർക്ക പ്രദേശം ഇന്ത്യക്കും പാകിസ്ഥാനുമായി വിഭജിക്കാമെന്ന ധാരണയിൽ എത്തിച്ചേർന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇതിനെ തുടർന്ന് ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതി വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി അയച്ചു. പിന്നീട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. അങ്ങനെ അതിനെ തുടർന്നിട്ട് എന്ത് സംഭവിച്ചു? ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതി ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായിട്ട് അയച്ചു. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 143? ആർട്ടിക്കിൾ 143 എന്താണ് പറയുന്നത്? നമ്മുടെ പ്രസിഡൻഷ്യൽ റഫറൻസ്, അതായത് നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റിന്, അതായത് നമ്മുടെ രാഷ്ട്രപതിക്ക് നമ്മുടെ സുപ്രീം കോടതിയോട് നിയമ ഉപദേശം ആവശ്യപ്പെടാൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 143. എന്താണ്? നമ്മുടെ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമ ഉപദേശം ആവശ്യപ്പെടാൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143. നിയമ ഉപദേശം. ഓക്കെ, അപ്പോ നിയമപരമായ വിഷയങ്ങളിലോ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായ വിഷയങ്ങളിൽ എല്ലാം എന്തിന്
അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമ ഉപദേശം തേടാനുള്ള അധികാരമുണ്ട്. സോ അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതി തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കണം എന്നൊന്നും അർത്ഥമില്ല. ഓക്കെ, അങ്ങനെയൊന്നും എന്തായാലും മറുപടി കൊടുത്തേ പറ്റൂ എന്നൊന്നും ഭരണഘടനയിൽ പറയുന്നില്ല. ചില വിഷയങ്ങളിൽ കമ്പൽസറി ആണ്. ഇനി ചിലതിലാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിവേചന അധികാരമാണ്. ഇനി ഇതിന് കുറച്ച് പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് സുപ്രീം കോടതി എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആർട്ടിക്കിള് 143 അല്ലെ, നിയമോപദേശം തേടാനുള്ള ഒരു ഇതാണ് രാഷ്ട്രപതിക്ക്. ഓക്കെ, ആർട്ടിക്കിൾ 143. അപ്പം ഇതിനെ തുടർന്ന് ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതി വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനക്കായിട്ട് അയച്ചു. സോ അപ്പൊ എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി ഇത് സുപ്രീം കോടതിയിലെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചത്. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ട് അദ്ദേഹം ചോദിച്ചില്ല ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു വിദേശ രാജ്യത്തിനു രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശം നൽകാൻ പാർലമെന്റിന് അധികാരമുണ്ടോ? അപ്പൊ ആർട്ടിക്കിൾ 3 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 3 എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിന്റെ രൂപീകരണമാണ്. സംസ്ഥാനത്തിന്റെ രൂപീകരണം. അപ്പൊ ആർട്ടിക്കിൾ 3 എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിന്റെ രൂപീകരണമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കല്, പുതിയ സംസ്ഥാനത്തിന്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. അവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു വിദേശ രാജ്യത്തിന് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും പ്രദേശം നൽകാൻ പാർലമെന്റിന് അധികാരമുണ്ടോ എന്നാണ് ചോദ്യം, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു വിദേശ രാജ്യത്തിനു രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശം നൽകാൻ പാർലമെന്റിന് അധികാരമുണ്ടോ എന്നായിരുന്നു ഒന്നാമത്തെ ചോദിച്ച ചോദ്യം. കാരണം ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. സോ 1958 ആയപ്പോഴേക്കും, അതായത് 8 വർഷം ഭരണഘടന നിലവിൽ വന്നിട്ട് 8 വർഷം ആയപ്പോഴേക്കും ഈ നെഹ്റു ന്യൂൺ കരാറൊക്കെ വന്നു. അപ്പം ചുരുങ്ങിയ കാലയളവേ ആയിട്ടുള്ളൂ. ഇതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു ധാരണ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ 1958 ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. അപ്പം എന്താണ് നമ്മുടെ 3-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം ഒരു വിദേശ രാഷ്ട്രത്തിന് വിട്ടുകൊടുക്കാനാകുമോ എന്ന് ചോദിച്ചു, അല്ലെ? അപ്പം ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മളെ 100-ാം ഭേദഗതിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിൽ ഒരുപാട് പ്രദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്കതിൽ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. അന്ന് ഇതിനെ പറ്റി ധാരണ കുറവായിരുന്നു. സോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തുകയാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു വിദേശ രാജ്യത്തിനു രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശം നൽകാൻ പാർലമെന്റിന് അധികാരമുണ്ടോ? അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എന്ത് ചോദിച്ചു? കരാർ നടപ്പിലാക്കാൻ നിയമനിർമ്മാണ നടപടി ആവശ്യമാണോ? അതോ അല്ലെങ്കിൽ എന്താണ് നോർമലി ഒരു കരാർ എന്ന രീതിയിൽ നിന്നാ മതിയോ, അല്ലെങ്കിൽ അതിനൊരു ലോ മേക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ നിയമനിർമ്മാണ നടപടി ആവശ്യമാണോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. നിയമനിർമ്മാണ നടപടി ആവശ്യമാണോ എന്ന ചോദ്യം ഉയർന്നു വന്നു. അപ്പം ഇതിന് സുപ്രീം കോടതി എന്ത് ചെയ്യണം? ഒരു മറുപടി കൊടുക്കണം, അല്ലെ? സുപ്രീം കോടതി എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ വ്യാഖ്യാനങ്ങൾ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചു. അതുപോലെ ആമുഖം സർക്കാരിനോ അതിൻ്റെ വകുപ്പുകൾക്കോ ഉള്ള സ്വതന്ത്രമായ അധികാരത്തിന്റെ ഉറവിടം അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും, അല്ലെ, എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ബറുബാരി യൂണിയനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ സുപ്രീം കോടതിയുടെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തിക്കുക, ബറുബാരി യൂണിയൻ കേസ്. ബറുബാരി യൂണിയൻ കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ബറുബാരി യൂണിയൻ കേസ്. അപ്പം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചു. ആമുഖം സർക്കാരിനോ അതിൻ്റെ വകുപ്പുകൾക്കോ ഉള്ള സ്വതന്ത്രമായ അധികാരത്തിൻ്റെ ഉറവിടം അല്ല. സോ അതിനർത്ഥം നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇപ്പം എന്തൊക്കെയാണ്? പരമാധികാരം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇക്വാലിറ്റി, ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്നും വെച്ചിട്ട് എന്തിന് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വകുപ്പുകൾക്കോ സ്വതന്ത്രമായ ഒരു അധികാരം അതിൽ നിന്ന് ലഭിക്കുന്നു എന്ന് കണക്കാക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇനി ഒരു കോടതിയിലും ഇത് നടപ്പാക്കുവാൻ കഴിയില്ല. ഒരു കോടതിയിലും ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ എന്താണ്? കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. സോ ആമുഖം നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് ബറുബാരി യൂണിയൻ കേസിൽ പറഞ്ഞു. സോ അപ്പൊ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഫാക്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നും എന്ത് ചെയ്തു? ഈ ബറുബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. സോ അപ്പം എന്ന് പറഞ്ഞത് ഒരു കോടതിയിലും ഇത് നടപ്പാക്കാൻ കഴിയില്ല. സോ നെക്സ്റ്റ് പോയിന്റ്, ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഒരു ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ സാധിക്കുകയുള്ളൂ. എന്താണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഒരു ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ സാധിക്കുകയുള്ളൂ. സോ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 368 പറയുന്നത്? ഈ ആർട്ടിക്കിൾ നമ്മളിപ്പം പറഞ്ഞ കുറേ ആർട്ടിക്കിളൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഭരണഘടനാ ഭേദഗതി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭേദഗതി നടക്കുന്നത്, എത്ര തരത്തില് ഭേദഗതി ഉണ്ട്, ഇതെല്ലാം ആർട്ടിക്കിളിന്റെ ടോപ്പിക്ക് പറയുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ പഠിക്കുക. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 368 നമ്മൾ പഠിക്കുന്നത്. 368 ആർട്ടിക്കിള് ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്ന പ്രൊവിഷൻ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഒരു ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ സാധിക്കുകയുള്ളൂ. സോ അപ്പൊ എന്താ സംഭവിച്ചേ? 1960 ആയപ്പോഴേക്കും, 58 ശേഷം ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നു. 60 ആയപ്പോഴേക്കും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ തുടർന്ന് ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1960 9ാം ഭേദഗതി, 1960 9ാം ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബറുബാരി യൂണിയൻ പാകിസ്ഥാന് വിട്ടുകൊടുത്തു. സോ അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഒരു ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ സാധിക്കുകയുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 1960 9ാം ഭേദഗതി പ്രകാരമാണ് നമ്മൾ ഈ ഒരു പ്രദേശം പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നത്. സോ അങ്ങനെ 1960 9ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുകയും ആ ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ബറുബാരി യൂണിയൻ വിട്ടുകൊടുക്കുകയും ചെയ്തു. സോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ചോദിക്കുക എങ്ങനെയാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏത്? ബറുബാരി യൂണിയൻ കേസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ്. അതുപോലെ ആമുഖം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ആമുഖം സർക്കാരിനോ അതിൻ്റെ വകുപ്പുകൾക്കോ ഉള്ള സ്വതന്ത്രമായ അധികാരത്തിന്റെ ഉറവിടമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഏത് കേസിലാണ്? ബറുബാരി യൂണിയൻ കേസിലാണ്. നെക്സ്റ്റ്, ഒരു കോടതിയിലും ഇത് നടപ്പാക്കുവാൻ കഴിയില്ല.
എന്നും എന്ത് ചെയ്തു? സുപ്രീം കോടതി ഈ ബെറുബാരി കേസിലൂടെ പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് പോയിന്റ് ഓർമ്മിച്ച് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബെറുബാരി യൂണിയൻ കേസിലാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി ആദ്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഒരു ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ സാധിക്കുകയുള്ളൂ. സോ നമ്മൾ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ് 1973 കേശവാനന്ദ ഭാരതി vs സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി vs സ്റ്റേറ്റ് ഓഫ് കേരള 1973 അല്ലെ. പ്രത്യേകിച്ച് കേരള സംസ്ഥാനം കൂടി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കേസ് ആയതുകൊണ്ട് പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് ബെറുബാരി യൂണിയൻ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നോക്കുന്നില്ല. പിന്നീട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് എന്താണ് എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്തുവാൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് ചരിത്രപരമായ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു 368 ആർട്ടിക്കിൾ അല്ലെ, ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഓക്കെ, അത് പ്രകാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തുവാൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് ചരിത്രപരമായ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഈ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. അപ്പം ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് ബെറുബാരി കേസിൽ വിലയിരുത്തിയപ്പോൾ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിലയിരുത്തിയ കേസ് ഇതാണ്, കേശവാനന്ദ ഭാരതി vs സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞ ബെറുബാരി യൂണിയൻ കേസ് ആണെങ്കിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് എന്തെന്ന്, കേശവാനന്ദ ഭാരതി vs സ്റ്റേറ്റ് ഓഫ് കേരള. ഈ കാര്യത്തിൽ ബെറുബാരി യൂണിയൻ കേസിൽ 1960 നൽകിയ അഭിപ്രായം തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അപ്പം എന്താ പറഞ്ഞത്, 1960 കോടതി നൽകിയ അഭിപ്രായം തെറ്റാണെന്ന് നിന്ന് ഈ ഒരു കേശവാനന്ദ ഭാരതി vs സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ കോടതി തന്നെ അഭിപ്രായപ്പെട്ടു. കാരണം എന്താണ്, കോടതികൾക്ക് സ്വന്തം ഉത്തരവിനെ പുനഃപരിശോധിക്കാനുള്ള അധികാരം ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം പുറപ്പെടുവിച്ച ഒരു വിധി പിന്നീട് എന്ത് ചെയ്യാം, അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. സോ ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ അവർ നേരെ തിരിച്ചു പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്, അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ, ഇമ്പോർട്ടൻ്റ് ആണ്, അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ, അതിൽ ഒരു മാറ്റവും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. അപ്പൊ ആമുഖത്തിൽ ഒരിക്കലും ഭേദഗതി വരുത്താൻ പറ്റൂല എന്ന് പറയുന്നില്ല. എന്നാ പറഞ്ഞത്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതകളിൽ ഒരു മാറ്റവും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് മാത്രം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. അതായത് ആദ്യമായി സുപ്രീം കോടതി ഫെഡറൽ സ്ട്രക്ചർ എന്ന ഒരു കൺസെപ്റ്റ് പറയുകയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, ഡോക്ടറൈൻ ഓഫ് ബേസിക് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് സുപ്രീം കോടതി ഫെഡറൽ സ്ട്രക്ചർ എന്നൊരു കൺസെപ്റ്റ് പറയാണ്, അല്ലെങ്കിൽ ഡോക്ടറൈൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സവിശേഷത, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായ ഒരു സവിശേഷത ഉണ്ടെന്ന് സുപ്രീം കോടതി വിലയിരുത്തിയ അല്ലെങ്കിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, കേശവാനന്ദ ഭാരതി vs സ്റ്റേറ്റ് ഓഫ് കേരള 1973. അതായത് ചില കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളാണ്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തിലും നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ല.
അപ്പം ഭേദഗതി ചെയ്യുവാൻ കഴിയില്ല എന്നൊരു അർത്ഥമൊന്നും അതിനില്ല. ഭേദഗതി ചെയ്യാൻ കഴിയും, പക്ഷെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ, ബേസിക് സ്ട്രക്ചറിൽ എന്ത് ചെയ്യരുത്, മാറ്റം വരുത്തരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ 54ാമത്തെ ആർട്ടിക്കിള് എന്ത് പറയുന്നുണ്ട്, പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, 54ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നുണ്ട് പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു ഇലക്ട്രൽ കോളേജ് ആയിരിക്കണം നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സ്ട്രക്ചർ ആണ്. നമ്മൾക്ക് അതിനകത്ത് ഭേദഗതി വരുത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അടിസ്ഥാന ഘടനയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താൻ പാടില്ല. ഇപ്പം ആർട്ടിക്കിള് 14 എടുത്താൽ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലെ തുല്യത. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലെ തുല്യത. ഇത് ഭരണഘടനയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതയാണ്. ഈ സ്വഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭേദഗതിയിലൂടെ മാറ്റം വരുത്താൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യുക, ഭേദഗതി വരുത്താം, പക്ഷെ ആ ഘടന, ആ നേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താൻ പാടില്ല. ഇതാണ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അപ്പം അതായത് നമ്മുടെ ഇപ്പം GST കൗൺസിൽ ആർട്ടിക്കിൾ 279 പറഞ്ഞ GST കൗൺസിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, പിന്നെ നിയമസമത്വം ആർട്ടിക്കിൾ 14 ഇപ്പം പറഞ്ഞത്, അതുപോലെ ആർട്ടിക്കിൾ 54 പറഞ്ഞ പ്രസിഡന്റിന്റെ ഇലക്ഷൻ, ഇതൊക്കെ എന്താണ്, ഭരണഘടനയുടെ ഫെഡറൽ സ്ട്രക്ചറാണ്. ഈ ഫെഡറൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തണമെങ്കിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, എന്ന് നമ്മുടെ പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പ്രമേയം പാസ്സാക്കുകയും, അതായത് നമ്മുടെ പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാവുകയും വേണം. അതിനുശേഷം ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങൾ അതിനെ അംഗീകരിക്കുകയും വേണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് എന്തെന്ന് ഇത്തരത്തിലുള്ള അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ സാധിക്കൂ. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, അത് നമ്മളിപ്പം അതൊക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു, ഇതിന്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്, അടിസ്ഥാന സവിശേഷത, അതായത് ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്തുവാൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് എവിടെയാണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. ഈ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഈ കാര്യത്തിൽ ബറുബാറി യൂണിയൻ കേസിൽ 1960 നൽകിയ അഭിപ്രായം തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. ഇനി ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റുവാൻ കഴിയില്ല എന്ന് കോടതി വിലയിരുത്തി. അതായത് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഇപ്പോൾ പരമാധികാരം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇതൊക്കെ ഫെഡറൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റിൽ വരുന്നതാണ്. സോ അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന് കോടതി വിലയിരുത്തി. ആർട്ടിക്കിൾ 368 പ്രകാരമാണെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. ഇനി ആമുഖത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും ഭരണഘടന വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് ആമുഖത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന മഹത്തായതും ഉദാത്തവുമായ ദർശനത്തിന്റെ വെളിച്ചത്തിലാണെന്നും കോടതി നിരീക്ഷിച്ചു. സോ ആമുഖത്തിൽ ഒരുപാട് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട് അല്ലെ, അതിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പുസ്തകം എന്ന രീതിയിൽ മറിക്കുന്നതിന് മുമ്പ് ആമുഖത്തിലെ കാര്യങ്ങളിലൂടെ വേണം ആദ്യം അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഭരണഘടനയെ നമ്മൾ വ്യാഖ്യാനിക്കാൻ എന്നാണ് പറയുന്നത്. ആമുഖം നിയമനിർമ്മാണത്തിനുള്ള അധികാര സ്രോതസ്സല്ല. ആമുഖം നിയമനിർമ്മാണത്തിനുള്ള അധികാര സ്രോതസ് അല്ല. സോ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും വെച്ചിട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റില്ല. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾക്ക് മേലുള്ള പരിമിതികളോ വിലക്കുകളോ അല്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് കേശവാനന്ദ ഭാരതി കേസിലാണ്. സോ
പിന്നെ എന്താണ് പറഞ്ഞത്, ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റില്ല. സോ ആമുഖത്തെ നമ്മൾ എന്താക്കണം, ഒരു സെപ്പറേറ്റ് ആയിട്ട് വിടണം. അതിനെ ഭരണഘടനയായിട്ട് ഒരിക്കലും കൂട്ടിക്കുഴക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഭരണഘടനയുടെ ഭാഗമാണ്, പക്ഷെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പം ആമുഖം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഉറവിടവുമല്ല, അധികാരം ഇല്ലായ്മയുടെ ഉറവിടവും അല്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രഖ്യാപിക്കുന്ന എപ്പാന്ന്? 1973 ഏപ്രിൽ 24. 1973 ഏപ്രിൽ 24 ഓക്കെ, അപ്പം ഡേറ്റ് അടക്കം ഓർമ്മിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 1973 ഏപ്രിൽ 24 എന്തെന്ന് കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രഖ്യാപിച്ചത്. ഇനി കേശവാനന്ദ ഭാരതി കേസ് വിധിയുടെ 50ാം വാർഷികം, അത് നമ്മൾക്ക് കുഴപ്പമില്ല, 1973 കൂടെ 50 കൂട്ടിയാൽ മതി. 2023 ഏപ്രിൽ 24 ആഘോഷിച്ചത്. ഓക്കെ, അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് വിധി പ്രഖ്യാപിച്ചത് 1973 ഏപ്രിൽ 24 കേശവാനന്ദ ഭാരതി കേസ് വിധിയുടെ 50ാം വാർഷികം ആചരിച്ചത് 2023 ഏപ്രിൽ 24 ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേശവാനന്ദ ഭാരതി കേസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു ചെറിയൊരു കേസ് കൂടി പറയാനുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ റയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, LIC ഓഫ് ഇന്ത്യ VS യൂണിയൻ ഓഫ് ഇന്ത്യ 1995. ഈ ഒരു കേസിൽ എന്താ പറയുന്നത്, ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി, ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. LIC ഓഫ് ഇന്ത്യ കേസ് 1995 എന്താണ്, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി വീണ്ടും വിധിച്ചു. അപ്പം നമ്മൾ ഓൾറെഡി പിന്നെ കേശവാനന്ദ ഭാരതി VS സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പറഞ്ഞെന്തെന്ന്, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതിനുശേഷം ഈ 1995 LIC ഓഫ് ഇന്ത്യ LIC ഓഫ് ഇന്ത്യ VS യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ എന്ത് ചെയ്തു, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന്, വീണ്ടും അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി ഒന്നും കൂടി ഊന്നി പറഞ്ഞു. അത്രമാത്രം ഓർമ്മിച്ച് വെക്കുക. ആ ഒരു കേസിന്റെ വർഷം എന്നാണ് അതിന്റെ വിധി, അല്ലെ, ഇത്രയും മാത്രമേ ഓർമ്മിച്ച് വെക്കാനുള്ളൂ. അപ്പം ഈ ബെറുബാരി യൂണിയൻ കേസും അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു കേസ് വളരെ റയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആമുഖം എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വരും.